വയോധികന്റെ കുടുംബസ്വത്ത് തിരിച്ചെഴുതിച്ച പോലീസ്. തഴവ പാവുമ്പ വടക്ക് സ്വദേശി ഗോപാലകൃഷ്ണപിള്ളയുടെ പുരയിടവും വീടുമാണ് പോലീസ് തിരികെ എഴുതിച്ചത്. ഇദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊള്ളാമെന്ന വ്യവസ്ഥയിലാണ് സഹോദരി പുത്രിക്ക് എഴുതി നൽകിയിരുന്നത്. തഴവ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ പാവുമ്പ വടക്ക് കലതിവിളപ്പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണപിള്ളയുടെ പേരിലുണ്ടായിരുന്ന 15 സെന്റ് പുരയിടവും വീടും ഉൾപ്പെടെയാണ് പോലീസ് തിരികെ എഴുതിപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊള്ളാമെന്ന വ്യവസ്ഥയിൽ സഹോദരി പുത്രിക്ക് രേഖകൾ നൽകിയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് പരിചരണം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞ് എന്നെ ഓടാക്കുക. ഇത്രയും നാൾ ആഹാരം തരുതി, വീട് തരുതി, എല്ലാ കാര്യവും എനിക്കുന്ന കൊച്ചാണ് ചെയ്തു തന്നെ. അതുപോലെ അദ്ദേഹം കോച്ചിറ പോയപ്പോൾ 2 പ്രാവശ്യം കൊണ്ടുപോയി, കരുനാപ്പള്ളി കൊണ്ടുപോയി. ഇതെല്ലാം അദ്ദേഹം ചെയ്തു തന്നു. അല്ല എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, മരിച്ചു പോയി. എനിക്ക് മക്കളൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ചേടക്കാരിക്ക് അവർ കൃത്രിമമാസം കൊണ്ട് എന്നോട് ഇത് എഴുതി മേടിച്ച് 100 നോട്ട് കൊണ്ടുവച്ച് മേടിച്ച് കുറച്ച് ദിവസമൊക്കെ വന്നു. ആ കൊച്ചും ചെറിയല്ലേ. പഞ്ചായത്ത് അംഗം സന്ധ്യ സുമേഷിന്റെ ഇടപെടലിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ഉത്രാടം സുരേഷിന്റെ ശ്രമഫലമായി അമ്പലപ്പുഴയിലെ സ്നേഹവീട് വയോജന ഗൃഹത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി. 15 സെന്റ് സ്ഥലവും വസ്തുവും അദ്ദേഹത്തിന്റെ അനന്തരവളായ അജ്ഞലിക്ക് എഴുതി കൊടുത്തിരുന്നു വിൽപ്പത്രമായിട്ട്. അവർക്ക് സംരക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുകയും അതനുസരിച്ച് അവിടുന്ന് നമ്മളെ വിളിപ്പിച്ചിട്ട് അഞ്ജലിയെ വിളിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ തിരിച്ച് വസ്തു എഴുതി തരാം, പക്ഷെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനെ വേറെ ആരും നോക്കാനില്ല, ബന്ധുക്കാരെയോടെല്ലാം നമ്മൾ ചോദിച്ചപ്പോഴും അച്ഛനെ നോക്കാൻ വയ്യാന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അഭയകേന്ദ്രത്തിലാക്കുവാൻ തീരുമാനിച്ചു. ആലപ്പുഴയുള്ള സ്നേഹ വീട്ടിലേക്ക് അച്ഛൻ സന്തോഷപൂർവ്വം പൊക്കളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അച്ഛനെ അങ്ങോട്ട് വിടുകയാണ്. ഇതിനു മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എഴുതി നൽകിയിരുന്നു. ഇത് തിരിച്ച് എഴുതി വാങ്ങുകയും വയോജനങ്ങളെ പാർപ്പിക്കുന്ന അമ്മ വീടിന്റെ ഡയറക്ടർ ആരിഫിന് കൈമാറുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ സ്ഥിതി ചെയ്യുന്ന സ്നേഹവീട് അഭയകേന്ദ്രത്തിലേക്കാണ് അച്ഛനെ നമ്മൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് അച്ഛന്മാരെ നമ്മൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഈ അച്ഛനും അവിടെ വളരെ നല്ല രീതിയിൽ ഇന്ന് കാണുന്ന ആരോഗ്യമായിരിക്കത്തില്ല. നിങ്ങൾ വീണ്ടും ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പം വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു അച്ഛനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സുമേഷ്, മോഹനൻ പിള്ള, ജീവകാരുണ്യ പ്രവർത്തകൻ ഉത്രാടം സുരേഷ്, പ്രസന്നൻ പുതിയകാവ്, ജയശ്രീ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഗോപാലകൃഷ്ണപിള്ളയുടെ ആധാരം കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തഴവ.